UDFിന് അനുകൂലമായ കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളതെന്ന് പാലക്കാട് MP VK ശ്രീകണ്ഠൻ ഷൊർണൂരിൽ വോട്ട് ചെയ്യാനെത്തിയപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു MP. വ്യാഴാഴ്ച രാവിലെ 11:30 ഷൊർണൂർ നഗരസഭയിലെ സെന്റ് തെരേസാസ് സ്കൂളിലെ 18-ാം നമ്പർ ബൂത്തിൽ VK ശ്രീകണ്ഠൻ MPയും ഭാര്യ KA തുളസിയും വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത്. നിലവിലെ പിണറായി വിജയൻ സർക്കാർ ചെയ്തുവെച്ച ജനദ്രോഹ നയങ്ങൾ പൊതുജനം തിരിച്ചറിയുന്നുണ്ടെന്നും ഇത്തവണ UDFിന് അനുകൂല സാഹചര്യം സംസ്ഥാനത്തുണ്ടെന്നും MP പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് പ്രകടമാകുമെന്നും MP കൂട്ടിച്ചേർത്തു. കൊള്ളയും കൊലയും കൈമുതലാക്കിയ ഭരണസമിതിയാണ് കേരളം ഭരിക്കുന്നതെന്നും അത് തിരിച്ചറിഞ്ഞ ജനം വിധി എഴുതുമെന്നും MP പറഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാളും ഇരട്ടി പ്രതീക്ഷയാണ് ഇത്തവണ UDFിനുള്ളത്. കാരണം കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ അതിശക്തമായ പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ജനവിരുദ്ധ സർക്കാർ താഴെ ഇറങ്ങണമെന്ന് ആത്മാർത്ഥമായി ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അവര് UDF വരണമെന്ന് ആഗ്രഹിക്കുന്നു. ഐക്യജനാധിപത്യത്തിന്റെ പ്രചരണത്തിലും പ്രവർത്തനത്തിലും വലിയ മുന്നേറ്റമാണ് മുൻകാലങ്ങളെ അപേക്ഷിച്ചുണ്ടായത്. ഇത്രയും നല്ലൊരു കാലാവസ്ഥ UDFിന് അനുകൂലമായിട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ട് വലിയ മുന്നേറ്റം UDFിനുണ്ടാകും. കേരളത്തിലെ ഇടതുപക്ഷ ഭരണം അവസാനിപ്പിക്കാനുള്ള ആദ്യപടിയാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. ജനങ്ങൾ മനസ്സിലാക്കി ഉള്ള വിധിയെഴുത്തായിരിക്കും ഉണ്ടാകുക. ആദ്യം ഇതിനു മുമ്പേ മാസങ്ങൾക്ക് മുമ്പേ ഉണ്ടായിട്ടുള്ള CPMന്റെ അംഗമായിട്ടുള്ള കൊല്ലം MLA മുകേഷിന്റെ സ്ഥിതിയെക്കുറിച്ച് ഗോവിന്ദ മാഷ് പറയട്ടെ. അത് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള യോഗ്യതയാണ് മറ്റൊരു വിഷയത്തിൽ അദ്ദേഹത്തിനുള്ളത്.